രാമായണം എഴുതിയതാരാ? ഞാനിങ്ങല്ല പോച്ചുമായിരുന്നു. ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ലേ? രാമായണം എഴുതിയത് ആരാണെന്ന്? ഞാനല്ല. ചിലപ്പം അവനായിരിക്കും ഇത് എഴുതിയത്. പേടിച്ചിട്ട് പറയാതിരുന്ന. ഹലോ ഹലോ ഹലോ, ഞാനിപ്പോൾ ഗാനമേളകൾക്ക് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പാട്ട് പാടുമ്പോൾ ലിറിക്സ് നോക്കാൻ ഒരു മൊബൈൽ വേണം. പിന്നെ എൻ്റെ സൗണ്ട് എനിക്ക് തന്നെ കേൾക്കാൻ ഒരു സൗണ്ട് ബാറും കൊടുക്കുമോനെ. ബാറിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര സൗണ്ടാണ്, അത് കേൾക്കട്ടെ. കൊടുക്ക്. നിങ്ങൾ മമ്മി അത്ര സ്വരച്ചേർച്ചയല്ലേ? സ്വരം ചേരായ സുതിപ്പെട്ടിയല്ലേ? ഇത് എൻ്റെ അമ്മയാണ്. ചോദ്യമാണ്, ചന്ത എന്നുള്ള വാക്കിന് ഒരു വള്ളി ഇട്ടാൽ എങ്ങനെ വായിക്കാം? ചന്തി. ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ച ചിന്തയാ. ചേട്ടന്റെ ചിന്തയുടെ പ്രശ്നം കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഈ കല്യാണം കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഞാൻ സമാധാനം തരാതിരുന്നിട്ടുണ്ടോ? ഈ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്, എന്റെ വായനാവ് ഇവിടുന്ന് കേൾക്കാറുണ്ടോന്ന്. കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടാവില്ലെന്നാ. പറഞ്ഞു കൊടുക്ക്. ഒരു കോഴമ്മയ്ക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്നിന്റെ പേര് അപ്പൊ കോഴമ്മ ഡോക്ടർ അടുത്ത് പോയി പറഞ്ഞു, വിളിക്കുമ്പോ വരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്നാ എന്റെ പേര് നോക്കിക്കോ, എന്റെ പേര് നോക്കിക്കോ.